ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അരുണിമ. അപ്പൊ മക്കളെ, ഇന്ന് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നേ. എന്താണെന്നറിയാവോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. നിങ്ങൾ സ്റ്റാർ വാച്ചിങ് ഒക്കെ നടത്താറുണ്ടോ? നല്ല ഇരുട്ടാവുന്ന ഒരു രാത്രി അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ആകാശമൊക്കെ എന്ത് ചെയ്യണം, ചുമ്മാ ഇങ്ങനെ നോക്കണം കേട്ടോ. കാരണം എന്താ, നല്ല രസമാണ് അല്ലേ ആകാശത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ആകാശത്ത് നമ്മൾ എന്തൊക്കെയാ കാണാറ്? മക്കള്, പകൽ സമയങ്ങളാണെങ്കിൽ നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്? സൂര്യനെ കാണാറുണ്ട് അല്ലെ. സൂര്യനെ നിങ്ങൾ കാണാറില്ലേ? അതേസമയം രാത്രിയാണ് നമുക്ക് നോക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യം അല്ലെ. കാരണം എന്താ, പകലാവുമ്പോ സൂര്യന്റെ ആ ഒരു ചൂടിലും ആ ഒരു ശക്തിയിലൊന്നും നമുക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ രാത്രിയാവുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. മാത്രമല്ല അല്ലെ, നല്ല ആകാശത്തെ നക്ഷത്രങ്ങളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ ആകാശത്ത് നക്ഷത്രങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ ആരെയും കാണാറുണ്ട്? അമ്പിളി അമ്മാവനെ കാണാറുണ്ട് അല്ലെ, നമ്മുടെ ചന്ദ്രനെ കാണാറുണ്ട്. അപ്പൊ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ, പ്രകൃതിദത്തമായിട്ടുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ഭൂമിയുടേത് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹങ്ങളെ കുറിച്ചല്ല, പകരം മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെ, മനുഷ്യന്മാര് നിർമ്മിച്ച ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൂട്ടുകാരെല്ലാം തയ്യാറാണല്ലോ? അപ്പൊ മക്കളെ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇതെന്താണ്? മനുഷ്യനിർമ്മിതമാണ് അല്ലെ. മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയാറ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയാറ് അല്ലെ. മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറ്? കൃത്രിമ ഉപഗ്രഹങ്ങളെ ഡിസൈൻ ചെയ്യാറ്. റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരിക്കലും തനിച്ചൊരു ഉപഗ്രഹത്തെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ബഹിരാകാശത്തേക്ക് അയക്കാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് ബഹിരാകാശത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? റോക്കറ്റ് വേണം അല്ലെ. റോക്കറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കുക. ആര്യഭട്ട, ഇൻസാറ്റ് എന്നിവ ഇന്ത്യ നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. എന്തൊക്കെയാ പേര്? ആര്യഭട്ട, ഇൻസാറ്റ് എന്നിവ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. നമുക്ക് നോക്കാലോ അല്ലെ. ഇതാ നോക്കിയേ നിങ്ങള്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ മാൻ ആൻഡ് സെൻഡ് ടു സ്പേസ് ഫോർ വേരിയസ് പേർപ്പസ് അല്ലെ. ഡിഫറെന്റ് പേർപ്പസ് ഉണ്ടാവും. ആ പേർപ്പസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പൊ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അല്ലെ, ഓരോ രാജ്യത്തിനും ചിലപ്പോൾ ഓരോ ആവശ്യങ്ങളായിരിക്കും ഒരു കൃത്രിമ ഉപഗ്രഹം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പൊ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കുക. കാരണം എന്താ, കൃത്രിമ ഉപഗ്രഹങ്ങളെ അയക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെലവ് കുറഞ്ഞ പരിപാടിയാണോ? അല്ല അല്ലെ. 500-1000 കോടികളൊക്കെ ആയിരിക്കും ഓരോ ഉപഗ്രഹ നിർമ്മാണത്തിനും ചിലപ്പോൾ ആവശ്യമാവുന്ന ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ചെലവുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പരിപാടിയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. The satellites are sent to outer space with the help of rockets അല്ലെ. നമ്മൾ പഠിച്ചു, റോക്കറ്റുകളുടെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ എന്ത് ചെയ്യുക? ബഹിരാകാശത്തേക്ക് അയക്കുക. ആര്യഭട്ട, എഡ്യൂസാറ്റ്, ഇൻസാറ്റ് ആർ സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ അല്ലെ. അപ്പൊ ഒരുപാട് രാജ്യങ്ങൾ അല്ലെ, ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ആര്യഭട്ടയും ഇൻസാറ്റും എല്ലാം. അപ്പൊ നിങ്ങൾക്കറിയോ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചതെന്ന്? ഏത് രാജ്യമാണെന്ന് അറിയാവോ? മക്കള് പഠിച്ചു വെക്കണം കേട്ടോ, ടീച്ചർ പറഞ്ഞു തരാവേ. ഏത് രാജ്യമാണെന്നറിയാവോ? ആദ്യമായിട്ടല്ലേ, ആദ്യ
കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? റഷ്യ അല്ലെ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്നായിരുന്നു ഈ രാജ്യത്തിന്റെ മുന്നത്തെ പേര്. നമ്മൾ ഏകദേശം റഷ്യ എന്ന് മക്കൾ ആലോചിച്ചാൽ മതി. അപ്പൊ സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. എന്താ പേരെന്നറിയാവോ? സ്പുട്നിക്. എന്തായിരുന്നു പേര്? സ്പുട്നിക് 1 എന്നാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര്. ഏത് രാജ്യമാണ്? നമ്മുടെ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെ. ടീച്ചർ സോവിയറ്റ് യൂണിയൻ എന്നാണ് എഴുതുന്നത്. സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഒരു കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കുന്നത് അല്ലെ. അപ്പൊ ഇത് മറന്നു പോകണ്ട. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? സ്പുട്നിക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് എന്റെ മക്കൾക്ക് അറിയാവോ? ഏതാണ് ഭാരതത്തിന്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പഠിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഭാരതത്തിന്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലെ. അപ്പൊ ഭാരതത്തിന്റെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം അല്ലെ. ഭാരതത്തിന്റെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് അറിയാവോ? ഏതായിരുന്നു? ആര്യഭട്ട അല്ലെ. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് അറിയാവോ? ഭാസ്കരയാണ് കേട്ടോ. രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കരയാണ്. അപ്പൊ ആര്യഭട്ട, ഭാസ്കര എന്നൊക്കെ പറയുന്നത് ഭാരതത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞന്മാരാണ് കേട്ടോ. അപ്പൊ അവരുടെ പേരിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പേരുകളൊക്കെ ഇടുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഉപഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പേസ് സെന്റർ ഉണ്ട് അല്ലെ. എന്താണ് നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണം അല്ലെ. നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണം ഒക്കെ നടത്തുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ISRO ആണ് അല്ലെ. ISRO ആണ്. അപ്പൊ മക്കൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. ISRO അല്ലെങ്കിൽ നമ്മൾ ശ്രീഹരിക്കോട്ട എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യുക? എന്റെ കുഞ്ഞുമക്കളൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മക്കൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കാറ്. അതേ നോക്കിക്കോ നിങ്ങളെ, കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? ഒന്ന്, വാർത്താവിനിമയം അല്ലെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് കാലാവസ്ഥാ പ്രവചനം അല്ലെ, വെതർ ഫോർകാസ്റ്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഇനി മഴ പെയ്യോ, ഇനി എന്തെങ്കിലും ഭൂകമ്പോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇനി നല്ല വെയിലാണോ ഉണ്ടാവുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇതൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗതാഗതം അല്ലെ, ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട്. നമുക്ക് എങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് അപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്? അതൊക്കെ സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ് അല്ലെ. GPS എന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ റൂട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സാറ്റലൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. അതേപോലെ തന്നെ സ്ഥാനനിർണയം, ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ അല്ലെ. ഒരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ നമുക്ക് എന്തുപയോഗിച്ച് കഴിയും? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉപയോഗിച്ച് കഴിയും അല്ലെ. GPS എന്നൊക്കെ ടീച്ചർ പറഞ്ഞത് മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. വേറെ എന്തെങ്കിലും ഉപയോഗങ്ങൾ മക്കൾക്ക് അറിയാവോ? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം അല്ലെ, ഇന്ത്യയിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം അല്ലെ നമ്മളൊരു കൃത്രിമ ഉപഗ്രഹം അയച്ചിട്ടുണ്ട്. എന്താണ് ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരെന്ന് തന്നെ മക്കൾക്ക് അറിയോ? എജുസാറ്റ് അല്ലെ. ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ് എജുസാറ്റ് വിക്ഷേപിച്ചത്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ഇന്ത്യ ലോഞ്ച്ഡ് ദ സാറ്റലൈറ്റ് എജുസാറ്റ്. ഏതാണ്?
എഡ്യൂസാറ്റ്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യണ്ട, മറന്നു പോകണ്ട കേട്ടോ. വളരെ കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ എന്റെ മക്കൾ ഇതൊക്കെ ഓർത്ത് വെക്കുമല്ലോ. അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.